ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ തുമ്മുമ്പോഴും സ്റ്റെപ്പുകൾ കയറുമ്പോഴൊക്കെ അറിയാതെ മൂത്രം പോകുന്ന ആളുകളാണോ നിങ്ങൾ? അതുപോലെ തന്നെ പരമാവധി മൂത്രം പിടിച്ച് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളുടെ കൺട്രോളിലല്ലാതെ വരുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ വളരെയേറെ പ്രയാസപ്പെടാറുണ്ടോ? ഇത്തരം കണ്ടീഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് നോർമലി സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ഈ മൂത്ര വാർച്ച അല്ലെങ്കിൽ മൂത്ര ചോർച്ച അല്ലെങ്കിൽ യൂറിൻ ഇൻകോണ്ടിനൻസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല റീസൺസ് കൊണ്ടാണെങ്കിലും സൊല്യൂഷൻ രണ്ടുപേർക്കും ഒരുപോലെ ചെയ്തു പോകാൻ പറ്റുന്നതും മെഡിസിൻസിൻ്റെ സഹായമില്ലാതെ തന്നെ നോർമലി സിമ്പിളായിട്ടുള്ള എക്സസൈസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അർജിൻ ഇൻകോണ്ടിനൻസ് എന്നൊക്കെ പറയുന്ന നമ്മൾ നോർമലി മൂത്രവാർച്ച എന്ന് പറയുന്ന ഈ ഒരു അസുഖം എന്നുള്ളത്. എന്താണ് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കണ്ടീഷൻ വരാനുള്ളൊരു റീസൺ എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അതുപോലെ തന്നെ യൂറിൻ ഇൻകോണ്ടിനൻസും എന്നുള്ളതും അല്ലെങ്കിൽ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള കണ്ടീഷനും എങ്ങനെ പേഷ്യൻറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. എന്താണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്? അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആവുന്ന ഒരു ടൈമിൽ അല്ലെങ്കിൽ പ്രസവം നിർത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഡെലിവറി സമയത്തിൻ്റെ കുറച്ച് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് ഉള്ള സ്ത്രീകളിലൊക്കെ സാധാരണ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നതിന് മുമ്പ്, ഇപ്പോൾ ലൈക്ക് നമ്മളൊന്ന് തുമ്മുക അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പുകൾ കയറിപ്പോവുക, അതല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് വരിക, കൂടുതൽ ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് യൂറിൻ അറിയാതെ തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണുന്നത്. പലപ്പോഴും നമ്മളുടെ പേഷ്യൻസൊക്കെ നമ്മളോട് പറയാറുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അതിപ്പോൾ പല റീജിയനിലായാലും കറക്റ്റായിട്ടൊരു ശുദ്ധി വരുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അതിൽ കൂടുതൽ പേരും പറയാറുള്ളത് ഇതാണ്, സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു അതായത് ഒന്ന് കുനിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ യൂറിൻ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? മരുന്ന് എത്ര വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഇനി ഒരിക്കലും മരുന്നില്ലാതെ മാറ്റാൻ പറ്റില്ല, മരിക്കുന്നത് വരെ ഇതിങ്ങനെ തന്നെ ഈ ഒരു സാഹചര്യമായിട്ട് പോകണം എന്നൊക്കെയാണ് സാധാരണ ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു മാറ്റർ എന്നുള്ളത്. സാധാരണ സ്ത്രീകളിലാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴും മൂത്രവാർച്ച ഉണ്ടാകാറുള്ളത് എങ്കിൽ കൂടുതലായിട്ട് അർജിൻ ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ നമുക്ക് മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന് ശേഷം ഒക്കെ ആയിട്ട് കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ കൂടുതലായിട്ട് പുരുഷന്മാരിലാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ മെയിൻ റീസൺ സ്ത്രീകളിൽ ഉണ്ടാവുക എന്നുള്ളത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ചായിരിക്കും. അതായത് ഒരു 40 ഏജ് എബോവ് ഒരു 40 ഏജ് ആവുന്ന സമയത്താണ് ഇത്തരം കണ്ടീഷൻസ് വരാറുള്ളത്. പിന്നെ പൊതുവേ നമുക്ക് കുറേ കാലമായിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലൂടെ പോകുന്ന സ്ത്രീകളിലും ഇത്തരം പ്രയാസങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായത് ഡയബറ്റിക്സ് മെലിറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് നോർമലി ഇങ്ങനെ സംഭവിക്കാം. നമ്മളുടെ ശരീരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും സ്ത്രീകളിൽ കൂടുതലായിട്ടും സ്ട്രെസ് ഇൻകോണ്ടിനൻസ് മൂത്രവാർച്ച സംഭവിക്കുന്നതാണ്. ഇനി നമ്മളെ ശരീരത്തിൽ കൃത്യമായിട്ട് തന്നെ നല്ല മെറ്റാബോളിസംസ് നടക്കുന്നില്ല, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു എക്സസൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും, അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ കൂടുതൽ അടിവയറ്റിൽ നല്ല കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ കൂടുതലായിട്ട് മൂത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല സിസ്റ്റോ അതല്ലെങ്കിൽ മൂത്രക്കല്ല് അതല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വരുന്ന ഇൻഫെക്ഷൻ, ഇതൊക്കെ തന്നെ നമുക്ക് ഇത്തരം കണ്ടീഷനിലോട്ട് സ്ത്രീകളെ എത്തിക്കും എന്നുള്ളതാണ്. നോർമലി നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ കാണിക്കുന്ന BP പോലും ഒരു ടൈംസ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ, അതായത് കൂടുതൽ സ്ട്രെസ് ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ഇത്തരം ഒരു പ്രയാസങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ മൂത്രനാളിയിൽ വരുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ അതൊരു ബാലൻസ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ വരുന്ന ഈ ഒരു കണ്ടീഷൻ
നമുക്കൊരു പപ്പാതിയായിട്ട് തന്നെ ഭാഗിക്കാം. ഒന്ന് നമ്മളുടെ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും, രണ്ടാമത് നമ്മളുടെ ഫിസിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനപ്പുറത്തോട്ട് ഇത് രണ്ടും ഡിസോർഡർ ആവുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് അർജൻ ഇൻകോണ്ടിനൻസി എന്ന് പറയുന്നത്. എന്താണ് ഇത്? ഇതെന്താണ് വ്യത്യാസം? അതായത് നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നു, സ്റ്റിൽ നോ കറൻറ്റിൽ അപ്പോൾ തന്നെ യൂറിൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞു, ഇത് അപ്പോൾ തന്നെ വീണ്ടും യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരുന്നു. ഇത്തരം കണ്ടീഷൻ ആരെല്ലാം കൂടുതലുണ്ടാവുക? അത് പുരുഷന്മാരിലായിരിക്കും കൂടുതലായിട്ട് കാണുക. ഇത്രയും കണ്ടീഷൻ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുമിച്ച് കാണുന്നുണ്ടോ? യെസ്, അങ്ങനെയും കാണുന്നുണ്ട്. അതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് പ്ലസ് യൂറിൻ അല്ലെങ്കിൽ അർജൻ ഇൻകോണ്ടിനൻസി. ഇത് രണ്ടും ഉള്ള ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ആളുകൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വൃത്തി വരാത്തൊരു രീതിയിൽ പോലും നമുക്ക് പേഷ്യൻറ്റിന് അത് വളരെ രീതിയിൽ മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനെന്താണ് റീസൺ? അതും ഇതേ സെയിം റീസൺ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് പ്രോസ്റ്റേറ്റിസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിസ് ഗ്ലാൻഡിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ വീക്കം പോലെ എന്തെങ്കിലും വരിക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ ഭാഗങ്ങളിൽ കാണുന്ന ഗ്ലാൻഡുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരിക, അവിടുത്തെ മസിൽസിന് അയവ് വരിക. ഇത്തരം കണ്ടീഷനിലാണ് പുരുഷന്മാരിൽ ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ പ്രോബ്ലംസ് വന്ന് കാണുന്നത്. ഇനി ഇത് രണ്ടും ഉള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ രണ്ടും ഉള്ള ആളുകൾക്ക് രണ്ട് പ്രോബ്ലംസും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു പുരുഷനാണ് നമുക്ക് പെട്ടെന്ന് യൂറിൻ പോകണം, അല്ലെങ്കിൽ സ്റ്റിൽ നോ യൂറിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ, മൂത്ര സംബന്ധമായിട്ട് പ്രയാസം വരുന്ന ആളുകളാണ്, അവിടുത്തെ മസിൽസിന് ലൂസാണെങ്കിൽ കണ്ടീഷൻ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വരുന്നൊരു രീതിയും ഉണ്ടാവും. ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് മെഡിസിൻ എടുക്കുകയാണോ, അതല്ല ഇത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ, ഇത് മാറാത്ത രീതിയിലായിട്ട് മാറ്റിയെടുക്കുകയാണോ, ഇതിന് പെർമനൻ്റ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴെ പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രമേഹ രോഗിയാണ്, അപ്പോൾ നമുക്കത് എന്തായാലും കണ്ടീഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ പ്രമേഹം ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകും. നമ്മളുടെ പ്രമേഹത്തെ നമ്മൾ പരമാവധി അത് എങ്ങനെയാണെങ്കിലും, ഡയറ്റിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയോ മാക്സിമം നമ്മൾ അതിനെ ഒരു ബോർഡർ ലൈനിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല പല ആളുകളും നമുക്ക് ഷുഗർ ഉണ്ടാവുമ്പോൾ ഒരു പേഷ്യൻറ്റ്, ചില ആളുകൾ നമ്മൾ ഒരു 10 വർഷം ഷുഗർ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില പേഷ്യൻസിന് 1-2 വർഷമേ ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ വേണ്ടത് ഒരു ഹെൽത്ത് ലൈഫ്, അതായത് ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഇനി നമുക്ക് എന്താണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത്? യെസ്, ആദ്യം ചെയ്യേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്തിട്ട് പോകണം. സോ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിട്ട് പോകുക? നല്ലൊരു ഡയറ്റ് കൊടുക്കുക, നല്ലൊരു എക്സസൈസ് കൊടുക്കുക. ഡയറ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൂത്ര സംബന്ധമായിട്ട് ബന്ധപ്പെട്ടോ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിനെതിരായിട്ടുള്ള, ലൈക്ക് ഇപ്പം നമ്മുടെ വൃക്കക്കെതിരായിട്ടുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ സോഡിയം കൂട്ടുന്നത് അല്ലെങ്കിൽ സോഡിയം കുറക്കുന്നത്, അല്ലെങ്കിൽ അതായത് ഉപ്പ് കൂട്ടുന്നത്, BP കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, മൂത്രം പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ള ആൾ, അതായത് ആ രീതികളൊക്കെ മാറ്റിയിട്ട് അത് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുക. നമ്മൾ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാവാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പക്ഷേ ചില കണ്ടീഷനിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് യൂറിക് ആസിഡൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പച്ചക്കറികൾ കഴിക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് കിഡ്നിക്ക് നമുക്ക് നല്ല ഹെൽത്ത് വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ അവിടുത്തെ മസിൽസിന് ഒരു റിലാക്സേഷൻ കിട്ടുകയും അങ്ങനെ ചെയ്യും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു ഡയറ്റ് അല്ലെങ്കിൽ നല്ല ഒരു പ്ലാൻ ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് പ്രമേഹത്തിൻ്റെ കാര്യം മാത്രം പറയുമ്പോഴല്ല, പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മൾ BP ഷുഗറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ റീസൺസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കണ്ടീഷനായിട്ടുള്ള സ്ട്രെസ് അർജൻ ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ യൂറിൻ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ
നമുക്ക് സ്ത്രീകളിൽ കാണുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ആർത്തവവിരാമം വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു എക്സസൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ എക്സസൈസും ഡയറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ കാണുന്ന മറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ചേഞ്ചസുകളെ നമ്മൾ റീപ്ലേസ് ചെയ്യുക. അതായത് അവർക്ക് കറക്റ്റായിട്ട് നല്ല ഹോർമോൺ ലൈക്ക് ചിയാ സീഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അത്തരം നട്ട്സുകളൊക്കെ ധാരാളം കഴിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പരിധിവരെ ആർത്തവ വിരാമം വന്നതിന് ശേഷമുള്ള ഈ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഒരു പ്രസവം നിർത്തിയതിന് ശേഷം അതല്ലെങ്കിൽ C-സെക്ഷൻ അല്ലെങ്കിൽ അതായത് സിസേറിയൻ കഴിഞ്ഞ ആളുകളിലൊക്കെ ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എക്സസൈസുകൾ നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട്. അതും നമുക്ക് ചെയ്തു നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ഒരു 10 മിനിറ്റ് എല്ലാ എക്സസൈസും നമുക്ക് ഒരു 10 ടൈംസ് ടു 20 ടൈംസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 10 മുതൽ 20 വരെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ മുൻപ് പറഞ്ഞിട്ടുള്ള പല ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസീസ് അത് നമുക്ക് മൂത്രത്തിൽ കല്ലാവട്ടെ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിസ് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വരുന്ന പ്രശ്നങ്ങളാവട്ടെ, പെൽവിക് ഓർഗൻസിൽ വരുന്ന പ്രശ്നങ്ങളാവട്ടെ, അതല്ല മാനസികപരമായിട്ട് വരുന്ന സ്ട്രെസ് ആവട്ടെ, എന്താണ് എന്നുണ്ടെങ്കിലും ആദ്യത്തെ ഘട്ടം അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും സൊല്യൂഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇപ്പോൾ BP ഉള്ളവർ നോർമലൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് ടാബ്ലറ്റ് എടുത്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ അത് ക്ലിയർ ചെയ്തു. അത്തരം കണ്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ താഴെ പറയുന്ന എക്സസൈസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ആയിട്ട് കിടക്കും എന്നുള്ളതാണ്. നമ്മൾ പ്ലെയിൻ ആയിട്ട് കിടന്നതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ കാലുകൾ, അതായത് നമ്മളുടെ പെൽവിക് ഓർഗൻസ് നല്ല ക്ലോസ്ലി വെച്ചിട്ട് 2 ലെഗ്സും നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് വിടുക. കാലും കൈയും അതുപോലെ തന്നെ ഇതുപോലെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ തവണ 2 to 3 സെക്കൻഡ് വരെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് കിടക്കുക. പിന്നെ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല പോലെ കിടക്കുന്ന സമയത്ത് നല്ല ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര മാക്സിമം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അതായത് ശ്വാസം പിടിച്ച് വെക്കാൻ പറ്റും അത്രത്തോളം പിടിച്ച് വെച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് ഒരു 1 മിനിറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് കിടന്നിട്ട് നമ്മുടെ 2 കാലുകൾ ജസ്റ്റ് മേലോട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ആ സമയത്തും അതുപോലെ തന്നെ നമുക്കൊരു 30 to 40 സെക്കൻഡ് അതുപോലെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം പതുക്കെ നമ്മളുടെ ബട്ടക്സ് ജസ്റ്റ് നമ്മളുടെ നടുഭാഗം ഉയർത്തിപ്പിടിച്ച് കുറച്ച് ടൈംസ്, അതായത് അതും ഇതുപോലെ ഒരു 40 to 50 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ റിലാക്സ് ആവുക. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് വരിക. മൂന്നാമത്തത് നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ചെരിഞ്ഞ് കിടന്നതിന് ശേഷം നമ്മളുടെ 2 കാലുകളും ഒരേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മളുടെ കാലുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഉയർത്തി അല്ലെങ്കിൽ സൈഡ് വൈസ് കൊണ്ടുവരുന്ന എക്സസൈസാണ്. ഇത് 3 പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 40 to 60 ടൈംസ് നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് മോർ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ നല്ല റിസൾട്ട് ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ അവിടെയുള്ള അല്ലെങ്കിൽ മൂത്രനാളി അല്ലെങ്കിൽ മൂത്രസഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മസിൽസിനും നമുക്ക് നല്ലൊരു എനർജി അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഈ എക്സസൈസിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു പുരുഷന്മാരിൽ കാണുന്ന ഈ ഒരു അതായത് അർജിൻ ഇൻകോണ്ടിനൻസ്, അതിപ്പോൾ പൊതുവെ ചെറുപ്പക്കാരിൽ പോലും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ പരമാവധി
വൃക്കകൾക്ക് ഹാനികരമാകുന്ന നമ്മൾ കഴിക്കുന്ന വെള്ളം, പാനീയങ്ങൾ അതൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. ചെറുപ്പക്കാരിലാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക. പഞ്ചസാരയുടെ ഒരു ഉപയോഗം നിങ്ങൾ മാക്സിമം കുറക്കുക. പിന്നെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്താണ് ചെയ്യേണ്ടത്? മെഡിസിനിലൂടെ ആണെങ്കിൽ മെഡിസിൻ, അതല്ല മറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ബാക്കി നമ്മൾ പൊതുവേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്ക് ഇത്തരം കണ്ടീഷനിൽ ഫസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പല ആളുകളുടെയും പരാതി എന്ന് പറയുന്നത് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഡ്രസ്സിൽ യൂറിനാവാണ്, മൂത്രമാവുന്ന ഒരു ബുദ്ധിമുട്ട് വരികയാണ് എന്നുള്ളതാണ്. അത്തരം കണ്ടീഷനിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള പാഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ 1 to 2 ഡ്രോപ്സ് വരെയൊക്കെ ആയിരിക്കും നമുക്ക് യൂറിൻ ആ ഒരു അവസ്ഥകളിൽ വന്നു പോകുന്നത്. സോ ആ ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരം കണ്ടീഷനിൽ നിങ്ങൾക്ക് പാഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അത്തരം വിഷയങ്ങളിൽ ആദ്യഘട്ടത്തിൽ അത് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുന്നേ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും അത് ക്ലിയർ ആവും. കൂടുതലായിട്ട് സിവിയറിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ ഫർദറായിട്ട് അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത്, മെഡിസിൻ എടുക്കേണ്ട ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത്. തേർഡ് വൺ, നമ്മൾ എന്താണ് മുമ്പ് പറഞ്ഞ പോലെ എന്താണ് കംപ്ലയിൻസ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനാദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആർത്തവവിരമാണ് സംഭവിച്ചതിന് ശേഷമാണ് പ്രശ്നം വന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക. ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ അണുബാധയുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് C-സെക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ എന്താണ് കംപ്ലയിൻസ്, ഗർഭപാത്രം ഇറങ്ങി വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ വേറെ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും അണുബാധകളുണ്ടോ, എന്തെങ്കിലും സിസ്റ്റുകൾ വന്ന് തങ്ങി നിൽക്കുന്നുണ്ടോ, ഫൈബ്രോയിഡ് പോലെ എന്തെങ്കിലും സ്ത്രീകളിൽ ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത്തരം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തൽക്കാലം അത് നമ്മൾ മാനേജ് ചെയ്യുക. അത് മെഡിസിൻ എടുത്തിട്ടോ അതല്ലാതെ അതെന്താ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് നന്നായിട്ട് പകൽ ടൈമിൽ വെള്ളം കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. രാത്രി നമ്മൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മാത്രം 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ വെള്ളത്തിൽ ഒതുക്കുക. പകൽ ടൈം നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ യൂറിൻ, നമുക്ക് ഇത്തരം കണ്ടീഷനിൽ പോകുന്ന ആളുകൾ മാക്സിമം യൂറിൻ പാസ് ചെയ്യണം തോന്നുന്നതിന് മുൻപായിട്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ യൂറിൻ വോയിഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വെള്ളം കുടിക്കാത്തൊരു സാഹചര്യമാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പാസിങ് കപ്പാസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്ലാഡറിനെ ശീലിപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം, അതായത് ഈ പെട്ടെന്ന് പോകുന്ന ഒരു കണ്ടീഷനെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കമിഴ്ന്ന് കിടക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് മലർന്നോ അല്ലെങ്കിൽ സൈഡ് വശങ്ങളിൽ ചേർന്നിട്ടോ കിടക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് ഇതിൽ വളരെ നല്ലൊരു റോള് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 1 to 2 മിനിറ്റ്സ് ഒക്കെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതും ഇതിലൊരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ കുറക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. റിലാക്സ് ആയിട്ട് ഉറങ്ങുക, റിലാക്സ് ആയിട്ട് എക്സസൈസുകൾ ചെയ്യുക, നല്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കുക, പഞ്ചസാര മാക്സിമം ഒഴിവാക്കുക, അതുപോലെ തന്നെ അരിഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, കാൽഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം അതിൻ്റെ അളവിൽ മാത്രം നിങ്ങൾ കാൽഷ്യം എടുക്കുക. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു 2 കണ്ടീഷൻ അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു 3 കണ്ടീഷനും നമുക്ക് ശാശ്വതമായിട്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരം കണ്ടീഷൻസിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് എടുത്തു, എക്സസൈസ് എടുത്തു, ഇത്രയും പ്രയാസങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടോ ഈ ഒരു കണ്ടീഷനിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്.
കാരണം ഇത് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും പേഷ്യൻസിൽ വളരെയധികം പ്രയാസപ്പെടുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് ആദ്യഘട്ടത്തിൽ മെൻ്റലി ഒരു ഫിസിക്കലി ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന പേഷ്യൻസിന് നമ്മൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അപഗ്രഥിച്ചതിന് ശേഷം ശരിയായ രീതിയിൽ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ രോഗനിർണയം അതുപോലെ തന്നെ ജർമ്മൻ മെഡിസിൻസുകളുടെ സഹായത്തോടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പേഷ്യൻസിന് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവരുടെ പ്രയാസങ്ങൾ കണ്ടെത്തി മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുന്നത് കൂടെ ഈ ഒരു കംപ്ലയിൻസ് അല്ലെങ്കിൽ ഈ ഒരു രീതിയെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്തരം പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.